വെൽക്കം ടു അവർ ചാനൽ മെറ്റനായ മിനിസ്ട്രീസ്. ഇന്ന് അനേകം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, യേശുവിൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ന്യായവിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിനുള്ള ഉത്തരമാണ് തരുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് നമ്മൾ 5-ാം അധ്യായം വരെ എത്തി. ഈ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ആണ് ഇതിനെക്കുറിച്ച് പറയുന്ന ചില വെളിപ്പെടുത്തലുകൾ, സ്റ്റേറ്റ്മെൻറ്റുകളുള്ളത്. 5-10 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പായി വെളിപ്പെടേണ്ടതാണ്. ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന കുറേ എപ്പിസോഡുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ റെഫറൻസ് 175 തൊട്ട് 188 വരെയുള്ള 14 എപ്പിസോഡുകളോളം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് കിട്ടും. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ചിന്താ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാവുന്ന പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഷുവറായിട്ടുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 17-31 വാക്യത്തിൽ മനുഷ്യന് ദൈവം നിയമിച്ച് കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മരണം, അതുപോലെ തന്നെ ഒരു ന്യായവിധി. ഇത് 2 മനുഷ്യന് ഉണ്ട് എന്ന് അപ്പോസ്തലപ്രവൃത്തി 17-31 പറയാം. അതുപോലെ തന്നെ അതിനൊരു ദിവസവും നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് മരണമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു ദിവസവുമുണ്ട്. ഇതേ അപ്പോസ്തലപ്രവൃത്തിയിൽ തന്നെ പറയുന്നുണ്ട് 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ അതിന് ഒരു ജഡ്ജുമുണ്ട്. ഈ ന്യായം വിധിക്കുവാനായിട്ട് നമുക്ക് ഉള്ള ജഡ്ജ് എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് നമ്മളെ ന്യായം വിധിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള ആളുകൾ, ഈവൻ നോഹ പോലും തന്നെ ന്യായവിധി ഉണ്ടെന്ന് കേട്ടപ്പോഴേ അവൻ ഭയപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം പൗലോസ് ഫെലിക്സിനോട് പ്രസംഗിക്കുമ്പോഴേ പറയുന്നുണ്ട്, അവൻ ഭയപ്പെട്ടു പോയി എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് പറയാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യനും ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോയത്. ഈ ന്യായവിധി രക്ഷിക്കപ്പെട്ടവർക്കില്ല എന്നല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് മാത്രമാണ് ബൈബിൾ പറയുന്നത്. ന്യായവിധിയുണ്ട്. നമ്മൾ 3 ടൈപ്പിലുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി, ഓൾറെഡി ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു, അത് പാപി എന്ന നിലയിൽ കഴിഞ്ഞു പോയതാണ്. അതിനകത്തൊരു പാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആസ് എ സിന്നർ. മകനെന്ന നിലയിലുള്ള ന്യായവിധി, ദാറ്റ് ഈസ് ഈ നാളുകളിലെ പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ്, ഈ നാളുകൾ നിങ്ങൾ ജീവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഒരു ദാസൻ എന്ന നിലയിലുള്ള ന്യായവിധി, ഒരു ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ്. ഇത് 3-നെക്കുറിച്ചും പറഞ്ഞു. ഞാൻ ആ എപ്പിസോഡ് ചെയ്തതിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അവനവൻ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വരേണ്ടതാണ്. ഈ നാം എന്ന് പറഞ്ഞാൽ പൗലോസിനെയും കൂടെ കൂട്ടിയാണ് പറയുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരണം എന്നിവിടെ പറയുക. ഇവിടെ ന്യായം വിധിക്കുന്നത് രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ലയോ എന്നുള്ള ന്യായമല്ല ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും ഒരു പ്രതിഫലത്തിന് വേണ്ടിയുള്ള ഒരു ന്യായവിധിയാണ് നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത്, അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇത് പൊതുവിൽ ചെയ്യുന്ന നല്ലത് ഏത് തീയത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശരീരം കർത്താവിനുള്ളതാണ്. ശരീരം കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് ശരീരത്തിൽ ചെയ്താലും അതിനെല്ലാം തന്നെ ഒരു പ്രതിഫലമുണ്ട്. ഈ ലോകത്തിൽ വെച്ചോ അല്ലെങ്കിൽ വരാനുള്ള ലോകത്തിലും ഒക്കെയുള്ള പ്രതിഫലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ
നല്ലത്, തീയത് എന്നൊക്കെ പറയുന്ന വാക്കുകൾ അഗത്തോസ് ആൻഡ് ഫോളോസ് എന്ന് പറഞ്ഞ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നല്ല കാര്യം ആണെങ്കിൽ അത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം. അഗത്തോസ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. നമ്മൾ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ നമ്മൾ 1 കൊരിന്ത്യരിൽ ചിന്തിച്ചാണ്, നമ്മൾ പഠിച്ചപ്പം ചിന്തിച്ചാണ്, പൗലോസ് പറയുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശുക്രിസ്തുവിൽ എന്നെ സ്വതന്ത്രരാക്കി എല്ലാം ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യണോ വേണ്ടയോ, അതിൻ്റെ യൂസ്ഫുൾനെസ് എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒന്നുമില്ല. ചില കാര്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾക്കെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ല, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. മൊബൈലിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കിട്ടും, ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മുടെ എഡിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമുക്ക് ചെയ്യാം. ഇതെല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അത് യൂസ്ഫുൾനെസ്സിലേക്കാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ള. ചുമ്മാതെ കുറേ വാർത്തകൾ ഇങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് കുറേ തമാശകൾ കണ്ട്, തമാശയൊക്കെ ചിലപ്പം വേണ്ടി വന്നേക്കാം, ഇല്ലെന്നെല്ലാം പറയുന്നത്, ഇതെല്ലാം കണ്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണോ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രോ എവേ ആണ്. ഈ ത്രോ എവേയിൽ നമ്മൾ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് പ്രയോജനമുള്ളൂ. ബാക്കിയെല്ലാം ഒരു ത്രോ എവേ ആണ്. പച്ചക്കറി ചീഞ്ഞു പോയത് എറിഞ്ഞു കളയുന്ന ഒരനുഭവമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമല്ല നമ്മളെ ജീവിതങ്ങളിൽ വിശകലനം ചെയ്യുമ്പോഴേ ചെയ്യാനായിട്ടുള്ളത്. ദൈവം നോക്കുന്നത് യൂസ്ഫുള്ളായിട്ടുള്ളത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അന്നേരം എന്തിനാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്? ദൈവം നമ്മളെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുകയും മറ്റുള്ളവരെ സൽപ്രവൃത്തിക്ക് എന്തിനാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? പുതിയ നിയമത്തിലെ പൗലോസ് പറഞ്ഞ്, റോമർക്ക് ലേഖനത്തിൽ പറഞ്ഞ് ക്രോഡീകരിച്ചിരിക്കുന്ന കാര്യം, നിൻ്റെ ജീവിതം മൂലം, നിൻ്റെ നന്മപ്രവർത്തികൾ മൂലം, നിൻ്റെ സൽപ്രവർത്തികൾ മൂലം എന്താണ് സംഭവിക്കേണ്ടത്? നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നീ ഇടപെടുന്ന ആൾ യേശുവിൻ്റെ രക്ഷ അറിയുവാനായിട്ട് ഇടപെടണം. അതാണ് ഈ ലോകത്തിലെ എല്ലാ സമ്പാദ്യത്തെക്കായും ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെ വിലയേക്കായും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിലാണ് നിൻ്റെ യൂസ്ഫുൾനെസ് ഇരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിലുള്ള യൂസ്ഫുൾനെസ് അതിനാണ്. നിൻ്റെ സമയം, നിൻ്റെ താലന്തുകൾ, നിൻ്റെ പണം, അതെല്ലാം വിനിയോഗിക്കപ്പെടുമ്പോൾ അതെല്ലാം ഒരിക്കൽ ഇവാലുവേറ്റ് ചെയ്യും, എന്ത് പർപ്പസിന് വേണ്ടി ഇതെല്ലാം ചെയ്തതാണ്. അതിൽ കൂടി ഒരു വ്യക്തിക്കെങ്കിലും നിൻ്റെ ആ എഫേർട്ട് കൊണ്ട് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് വിലയിടുന്നത് എന്ന് കാണും. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരല്ല. എല്ലാവരും, ഇൻക്ലൂഡിങ് പൗലോസ് പറയുകയാണ്, ഞാനും കൂടി തന്നെ, എന്നെയും കൂടെ തന്നെ, എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. വീണ്ടും ഇവിടെ വേറൊരു ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം വരും. പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ചിന്തയാണത്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന കാര്യം പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യം, അല്ലാതെ രക്ഷപ്പെടാനുള്ള പ്രവൃത്തിയല്ല. ഇവിടെ പാപം ഒന്നുമല്ല നമ്മുടെ വാല്യൂ ചെയ്യുന്നത്. പാപമെല്ലാം എന്നേക്കുമായിട്ട് അഗാധത്തിൽ എറിഞ്ഞു കളഞ്ഞാണ്. ഇവിടെ ദൈവം പരിശോധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തി, വർക്ക്സ് ഓഫ് സാൽവേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 9-ാം 26-27 വാക്യങ്ങളിൽ, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളതിരാത്തവനായി തീരരുത്. ഐ ഷുഡ് നോട്ട് ബി കാസ്റ്റ് അവേ എന്ന് പറയുന്നു. ഐ ഷുഡ് നോട്ട് ബി കാസ്റ്റ് അവേ. ഈ കാസ്റ്റ് അവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കൊല്ലൻ ആലയിലൊക്കെ ഈ പണി ചെയ്ത് കഴിയുമ്പം ചെറിയ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങൾ കിട്ടും. അത് വേറൊന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത, എറിഞ്ഞു കളയുന്ന, യൂസ്ലെസ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഈസ് കാസ്റ്റ് അവേ. സോ ഞാൻ ഒരിക്കലും അൺപ്രോഫിറ്റബിൾ ആവരുത്, എന്നെ ഒരിക്കലും എറിഞ്ഞു കളയരുത് എന്നാണ് പൗലോസോട് ഉദ്ദേശിക്കുന്നത്. പാപികളെ സംബന്ധിച്ചിടത്തോളം പാപികളെല്ലാം അൺപ്രോഫിറ്റബിളാണ്. അവരെല്ലാം ചീഞ്ഞുപോയ പച്ചക്കറികളാണ്. എന്താ ചെയ്യുന്നത്? ചീഞ്ഞു പോയ പച്ചക്കറികൾ അവർ
എടുത്തെറിയും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഐ ഡിസിപ്ലിൻ മൈ ബോഡി, ഐ ഡിസിപ്ലിൻ മൈ തോട്ട്സ്, ഐ ഡിസിപ്ലിൻ മൈ മൈൻഡ്സ്. ഇവിടെ അതാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് 10:5 2 കൊരിന്ത്യർ 10:5 പറയുന്നു, ഐ ഡിസിപ്ലിൻ മൈ തോട്ട്സ് ആൻഡ് മൈൻഡ്സ്. ഈ 10 ചേർന്ന് ഉള്ള വാക്യം കൂടെ ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ പറയുന്ന ഇതാണ് ഭയങ്കരത്വം. Therefore the terror of the Lord. ദൈവത്തിൻ്റെ ഭയങ്കരത്വം മനസ്സിലാക്കി, അല്ലെങ്കിൽ കർത്താവ് കണക്ക് പറയുമ്പോൾ, അവൻ ന്യായാധിപതിയായി ഒരിക്കൽ വരുമ്പോൾ ഞാൻ കർത്താവിനെ ഭയപ്പെട്ടിരിക്കണം എന്നുള്ളത്. യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അപ്പോഴേ വിശുദ്ധന്മാർ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ. നിന്റെ ന്യായപ്രമാണങ്ങളെ പാലിക്കുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല, ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാലിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിലിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയെല്ലാം ദൈവത്തിൻ്റെ സ്ക്രിപ്ചർ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനപ്രകാരം ആയിരിക്കുമ്പോൾ, അവൻ ന്യായം വിധിക്കുന്നത് അവൻ്റെ വചനത്താലാണ് ന്യായം വിധിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ന്യായവിധിയുണ്ട്, എന്നാൽ കർത്താവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് മാത്രം. നമ്മൾ പ്രാപിക്കുന്ന പ്രതിഫലം വേരി ചെയ്തു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, വിശ്വാസി ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കൽ തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്യും. എന്നാൽ നല്ല പ്രവൃത്തി, കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളൊക്കെ നിലനിൽക്കും, അല്ലാത്തതെല്ലാം കത്തിപ്പോവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, ഒന്ന് വിശകലനം ചെയ്യുക. നമ്മുടെ പ്രവൃത്തികൾ ഏത് രീതിയിലാണെന്ന് ചിന്തിക്കുക. നല്ലതായാലും തീയതായാലും അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരും. കഴിഞ്ഞ ദിവസം പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഈ സൺഡേ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ദൈവം അറിയുന്നത്? ദൈവം എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത അന്നില്ല, മനസ്സിലില്ല. അത് മാത്രമല്ല, അന്ന് ഈ കമ്പ്യൂട്ടറും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നൊക്കെയുള്ള ചിന്ത. ഇത്രയും ജനങ്ങളില്ലേ, എന്നാൽ എല്ലാം ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിനെല്ലാം അറിയാം. ദൈവം എല്ലാം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്തതൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയില്ല, എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മറന്നുപോകാൻ. സാക്ഷികളായിട്ട് പോലും അവൾ കട്ടളങ്ങളെയും തുലാങ്ങളെയും വിളിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നമ്മൾ ഈ പറയുന്ന വാക്കുകൾ പോലും തന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് മാത്രമല്ല, എക്കോ ചെയ്യുക മാത്രമല്ല ഉള്ളത്, ഈ മാറ്ററെല്ലാം ഈ സൗണ്ട് അബ്സോർവ് ചെയ്യുമെന്ന് ശാസ്ത്രം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഈ മാറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും ഈ മാറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതുവരെ ശാസ്ത്രം അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുവാനായിട്ട്, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിനെ ഭയപ്പെടുവാനായിട്ട്, അതുകൊണ്ട് ഞങ്ങളെ ശരീരത്തിലിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളെ ചെയ്യുവാൻ, യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ് സ്തോത്രം. ഞങ്ങളുടെ ജീവിത യാത്രയിലൊക്കെ കർത്താവെ, വീണു പോകാനുള്ള സാഹചര്യങ്ങളിലൊക്കെ നീ ഞങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിച്ച് നിർത്താനായിട്ട് എൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്തോത്രം. അതിൻ്റെ ആ ഡിലൈറ്റിങ്ങിൽ, അതിൻ്റെ ആ ശക്തിയിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ, അതിൻ്റെ സന്തോഷത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ പോയി ആ 175 to 188, ഞാനിപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. ഈ 175 to 188 ആയിട്ടുള്ള ആ എപ്പിസോഡുകൾ നോക്കിയാൽ ന്യായവിധിയെക്കുറിച്ചുള്ള മുഴുവൻ 14 എപ്പിസോഡുണ്ട്. ഏകദേശം 7 മണിക്കൂർ 6 മണിക്കൂർ സമയം കവർ ചെയ്ത് മുഴുവൻ ബൈബിളിലുള്ള ന്യായവിധിയെക്കുറിച്ചും നമുക്കുള്ള ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു റെഫറൻസ് ആയിട്ട് അതുണ്ട്. നിങ്ങളത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും.
ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക, പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.